അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ സംഭവം നമ്മൾ ഇപ്പം ഷോപ്പ് അടച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എന്തായാലും ലുലുവിൽ നൈറ്റ് സെയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എന്തായാലും അകത്ത് കയറ്റൊന്നുമില്ല, അകത്തേക്ക് പാർക്കിംഗ് നടക്കില്ല. അപ്പോൾ അത് കാരണം പുറത്താണ് പാർക്ക് ചെയ്തിട്ട് സ്പേസ് കിട്ടിയതുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അകത്തേക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്ന് അറിയാമല്ലോ. അതിനുള്ള പോലെ തന്നെ ആയിരിക്കാം, തിരക്ക് ഒരുപാടാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി അങ്ങനെ അകത്തോട്ട് കയറി നോക്കട്ടെ. നമ്മളിപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലത്തെ എൻട്രൻസ് വഴിയാണ് കയറുന്നത്. അവിടെ തന്നെ നല്ല തിരക്കുണ്ട്. എന്തായാലും കയറി നോക്കാം. തിരക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ ഈ ഫോണും കൊണ്ട് നടക്കുന്നതുകൊണ്ട് വേറെ ഒത്തിരി പേര് ക്യാമറയെ കൊണ്ട് നടക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. നടക്കത്തില്ല, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മളതിന് മുകളിലോട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, കംപ്ലീറ്റ് തിരക്ക്. നമ്മൾ അങ്ങ് താഴെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഇതിൽ മുകളിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. ഇത് കണ്ടോ സംഭവം. ഇവിടേക്ക് കയറണമെന്ന് വലിയ ആഗ്രഹം. എന്തായാലും ഇത് മുകളിൽ നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങാം. ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി, കോർട്ടിൻ്റെ ആ ഒരു പോർഷനിലെത്തി. ഇവിടെ താഴത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി തിരക്ക് കുറവുണ്ടെന്നാണ്. സാധാരണ ഇവിടെയാണ് തിരക്ക്, പക്ഷേ താഴത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് തിരക്ക് കുറവുള്ളത്. സാധാരണ ഇവിടെയാണ് എപ്പോഴും തിരക്ക് കൂടുതൽ, താഴേക്ക് കുറവായിരുന്നു. നേരെ ഓപ്പോസിറ്റ് താഴെയൊക്കെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇത്തിരി കുറവുണ്ട്. അപ്പോഴത്തേക്കാൾ കേരളം ഇവിടെയാണ്. ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ഇനി ശരി ഇവിടെ കറങ്ങാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞിട്ട് താഴെ കറങ്ങാം. സമയമുണ്ടല്ലോ. ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ചുമ്മാ ഇരുന്നിടത്ത് വിളിച്ചോണ്ട് വന്നതും എന്നാ പോവാ. താഴത്തൊരു ക്രൗഡ് ഇവിടെ ഇല്ല. എന്നാലും ഇവിടെ നിന്ന് കറങ്ങണം. കറങ്ങിയിട്ട് നമുക്ക് പോകണം. നാളെ സ്കൂളുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ ഉള്ള അത്യാവശ്യം ക്രേസി കപ്പിൾസ് കുറവ് അതിലെ വാമിക്കുട്ടിയെ കണ്ടായിരുന്നു. വാമിക്കുട്ടിയും വാമിക്കുട്ടിയുടെ അമ്മയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാമിക്കുട്ടിയെ കാണാൻ പോയിട്ട് ഒരു രക്ഷയില്ല. പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക ഓട്ടം. അപ്പം ഞങ്ങൾ പിന്നെ പതിയെ പിടിച്ചേർത്ത് ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ ആ ഫോട്ടോയിൽ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പുള്ളിക്കാരി പിടി തരില്ല, ഓട്ടം തന്നെ. അപ്പോൾ അത് കാരണം നമ്മളൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഇപ്പോൾ അവരെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടെ വല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ സാധനമൊന്നും മേടിക്കാൻ പോകണ്ട. അപ്പോൾ എന്തായാലും ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അതൊരു എന്താ ഒരു ബിരിയാണി തലപ്പാക്കട്ട് ബിരിയാണി. പിന്നെ ഒരു പെറോട്ട ചിക്കൻ കറി കോംബോ ഉണ്ടായിരുന്നു, അതും കൂടി ഓർഡർ ചെയ്തു. വെയിറ്റിംഗ് ബിരിയാണി അങ്ങനെയാണല്ലോ വാങ്ങിച്ചത്. പക്ഷേ ഇങ്ങനെ പൊറോട്ട അങ്ങനെ കഴിച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എത്ര പെട്ടെന്ന് വീട്ടിൽ എത്തണം. അങ്ങനെ അവസാനം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. നമ്മൾ ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ലേറ്റായി. എന്തായാലും കിട്ടി. ഇനിയിപ്പം ഫുഡ് കാണിച്ചു തരാം. ഇവിടെ കാണിക്കും, ഫുഡ് കാണിക്കും. ഇതാണ് സംഭവം. ഇതിനാണ് ഇത്രയും താമസം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പതിയെ വീട്ടിലേക്ക് പോകണം. കൊടുക്കുവാറിട്ടൊന്നതാണ് വീഡിയോ. ലുലു മാളിൽ ഈ തിരക്കിനിടയിൽ നമുക്ക് ടേസ്റ്റ് നോക്കാം.
ബിരിയാണി എങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റ് ഒരു ബിരിയാണി മറ്റേ കറിയും കൂടെ ഒന്ന് വെച്ച് നോക്കട്ടെ. കറിക്ക് ടേസ്റ്റ് ഉണ്ട്. ഒരു ഗ്രേവി പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രേവി കൊള്ളാം. എനിക്ക് പൊറോട്ട ടെസ്റ്റ് നോക്കാം. ചൂടുണ്ട് പൊറോട്ട. പൊറോട്ടയും ചിക്കൻ കറി ഏകദേശം സെയിം തന്നെ അല്ലേ? ഫ്രൈ ബിരിയാണി സ്വർണ്ണം. എനിക്ക് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി പോലും ഇത്ര ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം, അപ്പോൾ കൊള്ളാം. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ രണ്ടുപേരും ഒരുവിധം വരില്ല. രണ്ടുപേർക്കും ബെൽജിയം വേപ്പിൾസ് വേണമെന്ന് പറഞ്ഞ ഒരേ ബഹളം. ആക്ച്വലി ഇതൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതും കൂടി വാങ്ങിച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ രണ്ടും. അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി പോയി. ഇനി അതോടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതോടെ കഴിയട്ടെ. ഇങ്ങനെ കാണിച്ചു തരാം. അവിടെ ഓർഡർ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫുഡ് വാങ്ങിയിട്ടും ഈ ലൊക്കേഷനിൽ വന്നേ ഇരിക്കുള്ളൂ. കാരണം എങ്കിൽ മാത്രമല്ലേ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ തിരക്ക് കുറവായി നിന്നു. അപ്പോൾ അവിടെയൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവിടെ നിന്ന് ഇവിടെ വന്നേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് മേടിക്കാമല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഇപ്പോൾ അത് മേടിക്കാൻ പോയി നിൽക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അതുകൂടെ കഴിച്ചിട്ട് പോകാം. ഞാനിത് കഴിക്കത്തില്ല. ഇവർക്ക് രണ്ടുപേർക്കാണ് ഭയങ്കര ഇഷ്ടം. അതിനോട് എന്തായാലും അതുകൂടെ വാങ്ങിക്കാം. ഇനി അതും വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നിട്ട് ഇപ്പോൾ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. പിന്നെ പോയാണൊക്കെ തന്നെ ഐസ്ക്രീമോ ഞങ്ങൾ താഴെ എത്തിയിട്ട് ഇതിനകത്തുള്ള സംഭവം ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ക്യൂ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ 10 മണിയായാലും നമുക്ക് ഇതിനകത്തുനിന്ന് പോലും വെളിയിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഇവിടെ വെളിയിൽ നിന്ന് സംഭവങ്ങൾ ഇതിനിങ്ങനെ പുറത്ത് ചുറ്റിയാലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനകത്ത് കയറാൻ പറ്റിയ രക്ഷയില്ല. ഈ സൈഡ് ഫാനും കാര്യങ്ങളൊക്കെയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് പിന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ എന്തായാലും അതിനകത്ത് കയറാൻ നിൽക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല. കയറാമെന്ന് വിചാരിച്ചു. ഈ 10-11 മണിയായാലും കാണുന്ന കയറാൻ പറ്റില്ല. പിന്നെ എന്തായാലും നമ്മൾക്കിപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് ചുറ്റി കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ ചേട്ടാ ഇനി വേറൊരു വീഡിയോ കാണാം. ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ റോഡിൻ്റെ അവസ്ഥയാണ്. ഇതിൻ്റെ ബ്ലോക്കാണ്. കാണിച്ചു തരാം കേട്ടോ. ഇറങ്ങി ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് റോഡ് ഫുള്ള്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. കംപ്ലീറ്റ് സർവീസ് റോഡും മെയിൻ റോഡും ഒക്കെ ബ്ലോക്ക് തന്നെയാണ്. ഹൈവേ ഒക്കെ ബ്ലോക്കാണ്.